കള്ളക്കുറിച്ചിയിൽ നിന്ന് നമ്മുടെ വാർത്താ സംഘം അറിയിക്കുന്നു, വ്യാജ മദ്യ ദുരന്ത ചികിത്സയിലിരിക്കെ 30 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുവെന്ന് കള്ളക്കുറിച്ചി ജില്ലാ കളക്ടർ MS പ്രശാന്ത് പറയുന്നു. ഇവർ തീവ്ര പരിചരണ വിഭാഗത്തിൽ നിന്നാണ് കളക്ടർ MS പ്രശാന്ത് നമ്മോട് പറഞ്ഞത്. കള്ളക്കുറിച്ചി ഈ മദ്യം ഉണ്ടാക്കിയ ഗോഡൌണിലാണ് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ഉള്ളത്. ശ്രീകാന്ത് ഗോഡൌണിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, സുരക്ഷിതനായിരിക്കുക, വാർത്ത പറയുക. വളരെ സൂക്ഷിക്കണം, കാര്യം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്തും ചെയ്തു കളയും. പറഞ്ഞോളൂ. SKN ഈ അറസ്റ്റിലായ 3 പേർ, ചിന്നതുരെ ഒഴികെ 3 പേർ, അവർ ഈ 3 പേരും ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. അവർ തലമുറകളായി ഇവിടെ ഈ വ്യാജ മദ്യ വിൽപ്പനയായിരുന്നു അവരുടെ തൊഴിൽ. ഞാനിപ്പോൾ ഒരു കവറ് കാണിച്ചു തരാം. എന്റെ ഈ കാണുന്ന പാക്കറ്റ്, ഈ കാണുന്ന പാക്കറ്റിലാണ് ചാരായം, വ്യാജ ചാരായം ഉണ്ടാക്കി അത് നിറച്ച് ആളുകൾക്ക് 50 രൂപ 60 രൂപ നിരക്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പാക്കറ്റാണ് ഈ കാണുന്നത്. ഇതിന്റെ ഒരു ഭാഗം മുറിച്ചാൽ, ഇതിന്റെ ഒരു ഭാഗം കടിച്ചു പൊട്ടിച്ചാൽ ആ ചാരായം നമുക്ക് കഴിക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് വരും. ഇതിലാണ്, ഈ പ്ലാസ്റ്റിക്കിലാണ് ഈ മേഖലയിൽ ചാരായം വിൽക്കുന്നത്. ഈ നാട്ടുകാരോട് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, ഏതാണ്ട് ഈ ഗോവിന്ദരാജിന്റെയും കന്നുകുട്ടിയുടെയും ഒക്കെ അച്ഛൻ മുതൽ തുടങ്ങി, അച്ഛനപ്പൂപ്പന്മാർ മുതൽ ഇത് തന്നെയായിരുന്നു പരിപാടി എന്നുള്ളതാണ്. അവർ ഒഴിഞ്ഞപ്പോൾ ഈ മക്കൾ ഇത് ഏറ്റെടുത്തു, അവരിവിടെ നടത്തുന്നു എന്ന് പറയുന്നു. ഈ ഗോഡൌൺ ആണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ ഗോഡൌണിലാണ്, ഇവിടെ ഇരുന്നാണ് ഇയാൾ ഈ പണിയെല്ലാം ഒപ്പിക്കുന്നത്. ഈ കാണുന്ന ഒരു മറച്ചു കെട്ടിയ, ഓല കൊണ്ട് മറച്ചു കെട്ടിയ ഒരു താൽക്കാലിക സ്ഥലമാണിത്. ഇവിടെയാണ് ഇതിന്റെ പരിപാടികളെല്ലാം നടക്കുന്നത്. അവിടെയാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ വെച്ച് ഈ സാധനം ഉണ്ടാക്കുന്നു. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ മറ്റ് ഒരു സ്ഥലം, ഒരു ടാർപ്പാളിൻ വലിച്ചു കെട്ടിയ ഒരു സ്ഥലമുണ്ട്. അവിടെ ഇരുന്നാണ് ഈ വിൽപ്പനയെല്ലാം നടത്തുന്നത്. ഞാൻ ഈ കയറി പോകുന്ന ഈ സ്ഥലത്താണ്, ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഇയാളുടെ കച്ചവടമെല്ലാം നടക്കാറുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഈ മേഖല കേന്ദ്രീകരിച്ച് കച്ചവടം നടക്കുന്നുണ്ട് എന്ന് പോലീസിന് നന്നായി അറിയാം. ഈ പ്രദേശത്തെല്ലാം തന്നെ ഈ പാക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ. കാരണം ഈ പാക്കറ്റിൽ നിറച്ചാണ് ഈ മദ്യം ഇവിടെ കൊടുക്കുന്നത്. ഇവിടുന്ന് ആകപ്പാടെ പോലീസ് സ്റ്റേഷനിലേക്ക്, കള്ളക്കുറിച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് ആകെയുള്ള ദൂരം ഏതാണ്ട് ഒരു 300 മീറ്റർ, 300-400 മീറ്റർ മാത്രമാണ്. ഈ പോലീസ് സ്റ്റേഷന്റെ തൊട്ടുപുറകിൽ ഇരുന്നാണ് ഈ കച്ചവടം നടക്കുന്നത് എന്നുള്ളതാണ് ഏവരെയും ഞെട്ടിക്കുന്ന കാര്യം. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്, അത് 30 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയിലും ഏതാണ്ട് 32 പേരെ ഇവിടെ നിന്നും ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഒന്നുകൂടി മുഹമ്മദ്, ഗോഡൌൺ പോലെ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കോളനി മേഖലയിൽ, ഈ കരുണാപുരം കോളനി മേഖലയിലേക്കുള്ള ഈ സാധനങ്ങൾ എത്തിക്കുന്ന, അത് നിർമ്മിക്കുന്ന സ്ഥലമാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ചത് ആ പാക്കറ്റാണ്. ഇവിടുത്തെ ആളുകളുടെ ജീവനെടുത്ത ഏതാണ്ട് 43 പേർ, ഔദ്യോഗികമായ സ്ഥിരീകരണം 43 ആണ്, 50 എന്നൊക്കെ അനൌദ്യോഗിക കണക്കുകളുണ്ട്. ഈ 43 പേരുടെ ജീവനെടുത്ത ആ പാക്കറ്റാണ് നേരത്തെ കാണിച്ചത്. 50-60 രൂപ കൊടുക്കുമ്പോൾ ആ സാധനം കിട്ടും, അത് കുടിക്കും. കണ്ണുപോയവർ ധാരാളമുണ്ട്. 9 പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ ഇപ്പോൾ സാധിക്കുന്നത്. മാത്രമല്ല കൂടുതൽ പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഞാൻ ആ പാക്കറ്റ് ഒന്നുകൂടി കാണിക്കാം എസ്കേൻ. കാരണം ഈ പ്ലാസ്റ്റിക് പാക്കറ്റാണ്. നമ്മുടെ അവിടെയൊക്കെ ഈ ബീവറേജിൽ സാധനം വിൽക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം സുരക്ഷിതമായി പാക്ക് ചെയ്യുന്നതാണെന്ന്. പക്ഷേ ഈ പ്ലാസ്റ്റിക് പാക്കറ്റിലാണ് ഇവിടെ ഈ മദ്യം വിൽക്കുന്നത്. ഈ പ്ലാസ്റ്റിക് പാക്കറ്റിലേക്ക് ഇവിടെ വെച്ച് തന്നെ വാറ്റി, ഇവിടെ വെച്ച് തന്നെ ഈ പ്ലാസ്റ്റിക് പാക്കറ്റിൽ നിറച്ച് 50-60 രൂപയ്ക്ക് നൽകുന്നു. എന്തുകൊണ്ട് ഈ പ്ലാസ്റ്റിക് പാക്കറ്റിലെ വിഷച്ചാരായം കുടിക്കാൻ പോകുന്നു എന്ന് വെച്ചാൽ, വൈൻ ഷാപ്പുകളിൽ, ഇവിടുത്തെ മദ്യശാലകളിൽ മദ്യത്തിന് വില കൂട്ടിയിരിക്കുന്നു. ആ 10 രൂപ മുതൽ 20 രൂപ വരെ കൂട്ടിയിരിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ അവർക്ക് കുടിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അത്രയധികം പണം കൂടി കൂടുതൽ നൽകാൻ സാധിക്കില്ല. അപ്പോഴാണ് വീടിന്റെ തൊട്ടടുത്ത് വർഷങ്ങളായി, തലമുറകളായി ഇത്തരത്തിൽ വ്യാജമദ്യം നിർമ്മിക്കുന്ന കന്നുകുട്ടിയും ഗോവിന്ദരാജും ഒക്കെ പറയുന്നത് 50-60 ഒക്കെ തരാമെന്ന്. ആ ഘട്ടത്തിൽ ഈ പ്ലാസ്റ്റിക്കിൽ നിറച്ച ചാരായം, ഈ ഇത്രയധികം വരുന്ന ചാരായം കുടിക്കാൻ നിർബന്ധിതരാകുന്നത്. അതാണ് ഇവരുടെ ജീവൻ എടുത്തത്. ഈ പറഞ്ഞ ആളുടെ വീടും അതോടൊപ്പം തന്നെ ഒരു ഷെഡാണ്. ഗോഡൌൺ എന്ന് പറയുമ്പോഴും അതൊരു ഷെഡാണ്. ആ ഷെഡിൽ ഇരുന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, കള്ളക്കുറിച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് ഒരു 300 മീറ്റർ മാറിയാണ് ഈ വീട്, ഈ പറയുന്ന ഈ ഷെഡും ഉള്ളത് എന്നുള്ളതാണ്. പോലീസിനെ എന്ത് പറയണമെന്നറിയില്ല ഈ ഘട്ടത്തിൽ. എന്തായാലും ജീവൻ നഷ്ടപ്പെട്ടത് 43 പേർക്കാണ്. SKN. ഓക്കെ,
ശ്രീകാന്താണ് നമുക്കൊപ്പം ചേർന്നത്. കള്ളക്കുറിച്ചിയിലെ മദ്യം ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്നാണ് നമുക്കൊപ്പം ശ്രീകാന്ത് ചേർന്ന്. പ്രതികളുടെ ചിത്രങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. മുഖ്യപ്രതി ചിന്നന്തുരി അല്പം മുമ്പ് അറസ്റ്റിലായി എന്ന വാർത്ത നമ്മുടെ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്തു. ഈ സ്ക്രീനിൽ കാണുന്നവരൊക്കെ ഇതാണ് ചിന്നന്തുരി, ഇദ്ദേഹമാണ് മുഖ്യപ്രതി. 100ഓളം ഇത്തരം കേസുകളിൽ ഓൾറെഡി പ്രതിയാണ് ഇയാൾ. എന്നിട്ടും ഇയാൾ വളരെ വിലസി കള്ളക്കുറിച്ചിയിൽ വിഷമദ്യം വിതരണം ചെയ്തപ്പോൾ 43 പേരുടെ ജീവനെടുത്തു. 20ലധികം ആളുകളുടെ നില അതിഗുരുതരമായി. കള്ളക്കുറിച്ചി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ സ്ത്രീയും ഈ മദ്യം വിതരണം ചെയ്തതിൽ പ്രതിയാണ്. വിഷമദ്യ കേസുകൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്നു. പലപ്പോഴും ഇത്തരം ഹീനകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് നിയമത്തിൻ്റെ പരിരക്ഷയിലോ മറ്റെന്തെങ്കിലും കുറുക്കു മാർഗത്തിലോ വിലസി നടക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമവും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ഒക്കെ പുല്ലുവിലയാണ് ഇവർക്ക്. ഇവരിറങ്ങി നടക്കുകയാണ്.